ഓരോ വിഷയവും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി ദൈവഹിതമായി ജീവിക്കുമ്പോൾ ടൈറ്റ് ഇൻറ്റിമസിയിലേക്കാണ് വരണത്. അതാണ് ഈശോ പറയണത്, എനിക്ക് നിങ്ങളെ അറിയാമെന്നൊക്കെ പറയത്തില്ലേ, മോസസിനോടൊക്കെ പറയുന്നില്ലേ, അത് ഭയങ്കര വാക്കാണേ. പുറപ്പാട് 33:17 കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. അതാണ് സംഭവം. ഇതൊരു സർട്ടിഫിക്കറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. എന്താണ്? എനിക്ക് നിന്നെ നന്നായി അറിയാം. അത് ഒറ്റ അറിവ് കൊണ്ട് വന്നതല്ല, കോഴ്സ് ഓഫ് ടൈം ജീവിക്കുമ്പോൾ ടോട്ടൽ അസസ്മെൻറ്റിൽ നിന്നാണ് വരണത്. എനിക്ക് നിന്നെ നന്നായി അറിയാം എന്ന് പറയണത്. അപ്പോൾ അതിനകത്ത് ടോട്ടൽ അസസ്മെൻറ്റ് നടക്കുന്നുണ്ടെന്നല്ലേ, ഓരോ വിഷയത്തിലൂടെയും വിലയിരുത്തൽ നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ദൈവത്തിരുസന്നിധി വിവേകത്തോടെ ആണ് നമ്മൾ പെരുമാറുന്നത്. ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ 10-30 വയസ്സ് കഴിഞ്ഞാലൊക്കെ ദൈവത്തിൻ്റെ ഇൻറ്റിമസിയിലേക്ക് വരണം. നിങ്ങൾ ഒരു 30 വയസ്സൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിരുസന്നിധിയിൽ പക്വതയുള്ള ഒരു പൗരനായിട്ട് വരണത് 30 വയസ്സാണ്. അതിനുള്ളിൽ നീ ഇതേ ലെവലിൽ വരാൻ നോക്കണം. കർത്താവ് പരസ്യജീവിതം തുടങ്ങുന്നതും ദൈവത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയൊക്കെ 30 വയസ്സിലല്ലേ. 30 വയസ്സ് വരെയുള്ള കാലഘട്ടം കഴിയുമ്പോൾ പിന്നെ ഈ ഇൻറ്റിമസിയുടെ ടൈമാണത്. അപ്പം അതൊന്ന് എല്ലാ കാര്യവും ഇൻറ്റിമസി വർക്ക് ചെയ്യാൻ വേണ്ടി ഓരോ ദിവസവും അതിനുവേണ്ടി അതിൽ വളരാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.